മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം പറയുന്നുണ്ട്. ആ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചെറുപ്രായത്തിൽ അമ്മ മരിച്ചുപോയി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എപ്പോഴും കിടക്കാൻ നേരത്ത്, ചെറുപ്പത്തിൽ ചെറിയ സമയത്ത് അമ്മ മരിച്ചതിന് ശേഷം കിടക്കാൻ നേരത്ത് നോക്കുമ്പോൾ സ്വന്തം അപ്പൻ അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ പോയി കരം വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലുന്ന ഒരു അപ്പനെ കണ്ടിട്ടുണ്ട്. രാവിലെ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചെറുപ്പത്തിൽ കണ്ടത് അമ്മ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ പോയി ജപമാല ചൊല്ലുന്ന ഒരു അപ്പനെയാ. കിടക്കുന്നതിന് മുമ്പും പ്രഭാതത്തിലും അമ്മയുടെ രൂപത്തിൻ്റെ മുന്നിൽ പോയി മുട്ടുകുത്തുന്ന ഒരു അപ്പനെ കണ്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളർന്നു വന്നത്. ഒരു ദിവസം ഈ മാർപ്പാപ്പയുടെ ചെറുപ്പത്തിൽ ഈ മാർപ്പാപ്പയുടെ അപ്പൻ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നഷ്ടപ്പെട്ട അമ്മയുടെ സ്നേഹം തിരിച്ചു കിട്ടണമെങ്കിൽ കുഞ്ഞെ, ഇത് മുറുകെ പിടിച്ച് പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് അങ്ങോട്ട് സ്നേഹിച്ചോ, നഷ്ടപ്പെട്ട അമ്മയുടെ സ്നേഹം തിരിച്ചു കിട്ടും. പ്രിയപ്പെട്ടവരെ, അന്ന് തൊട്ട് പരിശുദ്ധ അമ്മയെ കെട്ടിപ്പിടിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അതുകൊണ്ടാ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ അലി എന്ന് പറയുന്ന സഹോദരൻ വെടിവെച്ചപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വീണ് പോകുന്ന സമയത്ത് ഒത്തിരി ഫോട്ടോഗ്രാഫറുകാര് ഫോട്ടോ എടുത്തു. അതിൽ ഒരു ചിത്രത്തിൽ ഇപ്രകാരം തെളിഞ്ഞു വന്നു, അമ്മ മാതാവ് തന്നെ ചേർത്ത് പിടിച്ചേക്കുക. അന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രാർത്ഥിച്ചു, ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേത് മാത്രമാ. ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേത് മാത്രമാ. അമ്മയ്ക്കടിമ വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജീവിക്കാൻ തുടങ്ങി. ഗാഡലൂപ്പ. മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകളെപ്പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് മെക്സിക്കോയിലുള്ള ഗാഡലൂപ്പെ എന്ന സ്ഥലത്ത് ഹുവാൻ ഡിയേഗോ എന്ന ആദിവാസിക്ക് 1531 ഡിസംബർ 9 മുതൽ ഡിസംബർ 12 വരെയുള്ള ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 4 പ്രാവശ്യം ദർശനം നൽകിയത്. അവൻ്റെ പുറം കുപ്പായത്തിൽ മാതാവിൻ്റെ ചിത്രം അത്ഭുതകരമായ വിധം മാതാവ് പതിപ്പിച്ചു കൊടുത്തു. ഇതാണ് ഗാഡലൂപ്പെ മാതാവിൻ്റെ ചിത്രം. വളരെയേറെ സവിശേഷതകളും അതിലുപരി ശാസ്ത്രത്തിന് ഉത്തരമില്ലാത്തതുമായ ഒട്ടനവധി പ്രത്യേകതകൾ ഈ ചിത്രത്തിനുണ്ട്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഇന്നേ വരെ ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നും ശാസ്ത്രജ്ഞന്മാർ വിവിധ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഈ ചിത്രത്തിൻ്റെ കളർ കോമ്പിനേഷന് ഉത്തരം നൽകാൻ പരിശ്രമിക്കുന്നു. വിജയിച്ചിട്ടില്ല. പ്രിയ ദൈവജനമേ, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന പ്രിയ മക്കളെ, ഇന്ന് ഒക്ടോബർ 6, ഈ ജപമാല മാസത്തിലെ 6-ാം ദിനത്തിൽ നമുക്ക് ഈ ലോകത്തിൽ സമാധാനം നിലനിൽക്കുവാനായി പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ ഏതാനും കോണുകളിൽ അഗ്നിനാളങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. സമാധാനം ഭ്രംശിക്കപ്പെട്ടിരിക്കുന്നു. കാലഘട്ടം കരിനിഴലുകൾ പടർത്തിക്കൊണ്ട് എങ്ങും കണ്ണീരിൻ്റെ വിലാപത്തിൻ്റെ സ്വരങ്ങൾ മാത്രമേ നമുക്ക് ശ്രമിക്കാൻ സാധിക്കൂ. രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം അകലുമ്പോൾ യുദ്ധത്തിൻ്റെ കെടുതി മൂലം ഇനി അനുഭവിക്കാൻ പോകുന്നത് നമ്മളൊക്കെ തന്നെയാണ്. യുദ്ധം കാരണം സാമ്പത്തികത തന്നെ തകർന്നു പോയേക്കാം. പ്രിയമുള്ളവരെ, ശക്തമായ പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. ജപമാല കയ്യിലെടുത്തുകൊണ്ട് ഈ ലോകത്തിന് സമാധാനം സ്ഥാപിക്കുവാൻ കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. അമ്മ മാതാവ് വഴി നമുക്ക് സമാധാനം കാംക്ഷിച്ച് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. കർത്താവേ, ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ദുഃഖത്തിൻ്റെ കെടുതിയിൽ നിന്നും അവർക്ക് അറുതി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, നിന്റെ മാധ്യസ്ഥത്താൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആവേ മരിയ. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു. പ്രാർത്ഥിക്കണമേ തായേ, നീ എന്നെന്നും മൃത്യുവിനെ
നിന്നാമം